ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്രൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു നോമ്പ് തുറ വിശേഷമൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം. കുറച്ച് വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അരി ഒന്ന് അടുപ്പത്തിടുകയാണ് കേട്ടോ. പകുതി വേവാകുമ്പോൾ നമുക്കിത് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഞാൻ നേരത്തെ തന്നെ അരച്ച് വെച്ചു കേട്ടോ. ഇന്നിവിടെ ഒരു പൂരം നടക്കുന്ന ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് കറണ്ട് പോയാൽ വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആവും കേട്ടോ കറണ്ട് വരാൻ. കറണ്ട് ഇല്ലാണ്ടാണ് കേട്ടോ അടുക്കളയിലൊക്കെ നിന്ന് പണിയെടുക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ചട്നിയൊക്കെ നേരത്തെ തന്നെ അരച്ച് ഫ്രിഡ്ജിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്നി പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയും മുളകൊക്കെ ഒന്ന് ലേശം പുളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് ഒരു ചമ്മന്തി അരച്ച് വെച്ചതാണ് കേട്ടോ ദോശയ്ക്കുള്ള. സ്നാക്സ് പറഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലോ, കാരണം കറണ്ടും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മുൻഭാഗത്ത് ഭയങ്കര ബഹളമാണ് കേട്ടോ. അതായത് ശിങ്കാരിമേളം, ചെണ്ടമേളം എന്നൊക്കെ പറയില്ല, പൂരത്തിൻ്റെ ഓരോ കാഴ്ചകൾ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഈ പരിപാടി. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ പോയിട്ട് കുറേ ഇങ്ങനെ പരിപാടി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഈ ക്വാർട്ടേഴ്സിലുള്ള എല്ലാവരും നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ പോയി നിന്ന് നോക്കി. പിന്നെ അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഞാൻ പറഞ്ഞില്ല നേരത്തെ അരച്ച് വെച്ചിരുന്ന അവന് ചോറിന് അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബ്രെഡൊന്ന് പൊരിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും ലേശം ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില കേട്ടോ. എന്നിട്ട് 2 കോഴിമുട്ടയും കൂടി ഉടച്ചൊഴിച്ചിട്ട് നല്ലപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബ്രെഡൊക്കെ കുറച്ച് കൂടുതൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് 2-3 ബ്രെഡ് മുക്കുമ്പോഴേക്കും തന്നെ ഈ ഫില്ലിംഗ് ഒക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാറ്റർ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലോ മൈദയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറേ മുട്ട ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഇങ്ങനെ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് മൈദ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത് ഈ ബാറ്ററിൻ്റെ അളവൊന്ന് കൂടുതലായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, കാരണം മുട്ട മാത്രമാകുമ്പോൾ തികയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പാലും ഒക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നേക്കിലൊക്കെ അങ്ങോട്ട് ചെയ്യുക തന്നെയാണ്. ഞാനിത് പല രീതിക്ക് ഇതുപോലെ ബ്രെഡൊക്കെ മുക്കി പൊരിക്കാറുണ്ട് കേട്ടോ. മുട്ടയൊന്നും ചേർക്കാതെ വെറും കടലമാവ്, മൈദപ്പൊടി, അരിപ്പൊടി മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാനതിൽ കുറച്ച് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെഡ് മുറിക്കണമൊന്നുമില്ല കേട്ടോ, ഞാനൊന്ന് മുഴുവനായിട്ട് തന്നെയാണ് എല്ലാം ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നത്. നോമ്പ് തുറക്കേണ്ട സമയം ആയിട്ടൊന്നുമില്ല. പിന്നെ കറണ്ട് ഇല്ലാതെ ആകുമ്പോൾ കുറച്ച് നേരം കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ അടുക്കളയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. കറണ്ട് പോയാൽ കത്തുന്ന ബൾബൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും അത് അത്ര വെളിച്ചമൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡ് പൊരിക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം. അത്താഴത്തിനുള്ള ഉപ്പേരിക്കുള്ളത് ഞാൻ അങ്ങനെ കേട്ടോ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെക്കും. ആ സമയത്തൊന്നും എണിച്ചിട്ട് ഉണ്ടാക്കാനൊന്നും വീഡിയോ ഒക്കെ കാണുന്നതൊക്കെ വ്യൂവേഴ്സൊക്കെ കുറവാണ് കേട്ടോ. 10 ആൾ കാണുകയാണെങ്കിൽ 10 ആൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ വീഡിയോ ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഈ റൈസ് കുക്കറിലൊന്ന് ഇറക്കി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ചൂടാറാണ്ട് നമുക്ക് ആ കഴിക്കുന്ന സമയത്ത് നല്ല ചൂട്ടോടെ തന്നെ കിട്ടും. എന്തായാലും ചോറ് ഇപ്പോൾ തന്നെ റൈസ് കുക്കറിൽ വെക്കാറായിട്ടില്ല, കുറച്ചും കൂടി ചോറ് വേവാനുണ്ട് കേട്ടോ. ഒരു പകുതി വേവായതിന് ശേഷമേ ചോറ് ഇതിൽ ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ ഈ ബ്രെഡ് ഞാനിതിൽ ഇറക്കി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കും. ഈ റൈസ് കുക്കർ നല്ലൊരു ഉപകാരമുള്ള സാധനം തന്നെ കേട്ടോ. നമുക്ക് എല്ലാത്തിനും നല്ലൊരു ഉപകാരമൊക്കെ ഉണ്ട്. ഇപ്പോൾ മേടിച്ചപ്പോൾ ഇത്രയും ഉപകാരം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ദോശയൊക്കെ വേഗം ചുട്ടെടുക്കുകയാണ്. ചമ്മന്തി പിന്നെ ഞാൻ ആദ്യം തന്നെ അരച്ച് ഫ്രിഡ്ജിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉഴുന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓതാനൊക്കെ ഇരുന്നാലും കുട്ടികൾക്ക് വിഷമം, അവർ 2 വന്നിട്ട് കഴിക്കലും ആ നേരത്തെ വന്ന് ചൂടാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൈപ്പക്കിയൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് മുറിച്ച് ഉപ്പേരി വെച്ച് വെക്കാൻ അത്താഴത്തിനാണ് കേട്ടോ. പിന്നെ നമ്മുടെ കത്തിയൊക്കെ ഉണ്ടല്ലോ, ഒരു പുതിയ കത്തി മീഷോന്നൊക്കെ മേടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെയും അത് ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പറ്റിയാൽ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ബ്രെഡ് പൊരിച്ചതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. കലക്കിയ വെള്ളം കുറച്ചിരിക്കുന്നുണ്ട്. ഞാൻ കലക്കിയ വെള്ളമൊന്നും കുടിക്കില്ല കേട്ടോ. ഞാൻ ഒരു ചെറിയ ലൈറ്റായിട്ട് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുക. പിന്നെ ഒരു ആപ്പിൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അപ്പോൾ അതിനെയൊക്കെ ചെറുതാക്കി അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇശാ നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അത്താഴത്തിനുള്ള കുറച്ച് ചമ്മന്തി റെഡിയാക്കി വെക്കണം. അപ്പോൾ അധികം ഇവിടെ ഈ തക്കാളി ചമ്മന്തി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾ നല്ലപോലെ കഴിക്കും, ഒരുപാട് അങ്ങോട്ട് ബാക്കി വരുമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ചാൽ 3, 4, 5 ദിവസം പറഞ്ഞ പോലെ അത് അവിടെ തന്നെ അങ്ങനെ കിടക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജും ആകെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത് തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് അതങ്ങനെ മൂടി വെച്ചാൽ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ കിടക്കാൻ പോവുക തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.